നീ ഏതാടി ചോദിച്ചേ? ഞാനിവിടുത്തെ വേലക്കാരിയാ. ഓഹോ, ഈ സാധനം വാങ്ങിച്ചാത്തുണ്ട്. നീ മേടിക്കൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ ആളാ, വാങ്ങിച്ചോണ്ട് പോയി. അമ്മേ, എന്നാടാ? അമ്മയുടെ നാടി വരുന്നുണ്ട്. അപ്പൊ അത് നിന്റെ ആരാടാ? അച്ഛനാന്നൊക്കെ പറയുന്നു. ആര്? അമ്മ. ഓ, ജനാർദ്ദന, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനേ ഞാൻ പോകാം. കൊണ്ടുപോകാൻ ആളെ പറഞ്ഞുവിടാം. വന്നല്ലോ, നന്നായി. ഞാനേ നല്ല വെടിയിറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി 3:30 ഉണ്ണാൻ കാണുവേ. ദേ, ഒന്ന് വേഗം കുളിച്ചൊരുങ്ങ്. പ്രമീളെ കാണാൻ ഇന്നൊരു കൂട്ട് വരുന്നുണ്ട്. ആളുകളെ കൊണ്ട് പറയിക്കാതെ അച്ഛനാണെന്ന് പറഞ്ഞ് ഇരുന്ന് തന്നാ മതി. അത്രയല്ലേ വേണ്ടു? നീ 200 രൂപ എടുത്ത്. ഞാൻ തരില്ല. നീ അടിക്കടി. ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലേ? നീ തരില്ല? അമ്മേ, എനിക്ക് 300 രൂപ. നിനക്ക് എന്താ രൂപ? അച്ഛനെത്ര രൂപ? കുടിച്ചും കുടിപ്പിച്ചും ബാക്കിയൊന്നും നിനക്കൂടെ പറയിക്കണ്ട. ഇതാ ഈ പരുവത്തിലെത്തിച്ചു. ഇനി ബാക്കി വെക്കണ്ട. ഇതൊക്കെ എത്ര തവണ നീ പറഞ്ഞിട്ടുള്ള? എടുത്തോളൂ, എല്ലാം എടുത്തോളൂ. വെച്ച് വിളമ്പോ അല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. എന്നാലും കൊല്ലാൻ പറ്റില്ലല്ലോ. മകനെന്നുള്ളത് വീടും പറമ്പും നിറഞ്ഞു നിൽക്കുക. വല്ലതൊന്നും ഒത്തു വന്ന് അവളോട് നിറക്കി വിടണ്ടേ? ആവിചാരമുണ്ടോ നിങ്ങൾക്ക്? 100 വേണം, 200 വേണം. അവളുടെ വേദന നിങ്ങൾക്കറിയാം. അവളുടെ കണ്ണീരും നിങ്ങൾക്ക് കാണണ്ട. മോളെ, എഴുന്നേക്ക്, എഴുന്നേക്കടി. അവര് കാത്തിരിക്കുക. എത്ര തവണ ഞാൻ ഈ വേഷം കെട്ടിയതാ. ഇനി ഇത് വേണോ അമ്മേ? അങ്ങനെ പറയാതെ മോളെ. എന്തോ എനിക്കൊരു തോന്നൽ, ഇത് നടക്കാനുള്ളതാ. ആരെങ്കിലും വരുമ്പോഴൊക്കെ അമ്മ ഇത് തന്നെയല്ലേ പറയാറ്. എനിക്ക് മടുത്തമ്മേ. അച്ഛൻ ധൃതി കൂട്ടുന്നു. ഇതാ കാപ്പി കൊണ്ടേ കൊടുക്ക. കലാകാരന്മാരെ, പണ്ടത്തെ കാലത്താണെങ്കിൽ സാധനം ഇഷ്ടപ്പെടണം ഇവിടം കൊണ്ട് തീരും. ഇപ്പൊ അത് പോരല്ലോ. ആണും പെണ്ണും നേരിട്ടൊന്ന് സംസാരിച്ചോട്ടെ. രവീന്ദ്രനും അതിന് താല്പര്യം. അയ്യോ, അതിന് ഒരു എതിർപ്പും ഇല്ല. എനിക്ക് പ്രമീളയെ ഇഷ്ടമായി. എന്നെ ഇഷ്ടമായോ? ആ, എന്തോരെ പഠിച്ചു? BA പാസ്സായി. എന്നിട്ട് ഗ്രഹഭരണമാണോ? ടൈപ്പിനും ഷോർട്ട് ഹാൻഡിനും പോകുന്നുണ്ട്. ജോലിക്കാരിയാകാനായിരിക്കും. ശരി, അപ്പൊ വരട്ടെ. കാണാം. നക്ഷത്രങ്ങളും കൂടി സമ്മതിക്കുമോ എന്ന് നോക്കണം. ഓ, അത് സാരമില്ലെന്നേ. നക്ഷത്രങ്ങളൊന്ന് അടുപ്പിച്ച് നിർത്താൻ നമുക്ക് കണിയാനോട് പറയണ്ട. വിവരം ഞങ്ങൾ അറിയിക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി, വരട്ടെ. ഒച്ച, നീ ഇവിടെ ആയിരുന്നു? എന്താ വേണ്ടതാമോ? വേണ്ടതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പറയാനോ? ഇവിടെ നിനക്ക് വിഷമങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഉണ്ടെങ്കിൽ പറയണം. ഇല്ല മുതലാളി. നീ വന്ന് ആ കടയിൽ പോയി 2 പാക്കറ്റ് വിൽസ് മേടിച്ചിട്ടുണ്ടോ? ഞാൻ അവളെ 2 പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതാ പൊന്നെ. ഒരു പെണ്ണും ഒരാഴ്ച തികച്ചു ഇവിടെ നിൽക്കാറില്ല. വയസ്സായില്ലേ? ഇനിയും വേണോ ഇതൊക്കെ? ഞാൻ എന്തോ ചെയ്തെന്ന്? നിങ്ങൾ എനിക്ക് 30 വർഷമായി പരിചയമാ. ഇനി എന്റെ മുമ്പിൽ ഈ കളിയൊന്നും വേണ്ട. അവളാണെങ്കിൽ ഒരുത്തന്നോട് പൊറുക്കുന്നോളുവാ. ആ, അപ്പൊ പിന്നെ കൂടുതൽ സൗകര്യമായില്ലേ? എടി, നീ പേടിക്കൊന്നും വേണ്ട. എനിക്ക് പഴയ പോലെ താല്പര്യമൊന്നും ഇല്ല. ഒട്ട് വയ്യാതാനും. അത് നിനക്കറിയാൻ പാടില്ലേ? ആ, നീ ഔട്ട് ഹൗസിന്റെ താക്കോലിങ് എടുത്തു. എന്തിനാ? അവരൊക്കെ വരാറായടി. ഇനി ഇവിടെ എങ്ങാനും കൂത്താടിയാ മതി. അപ്പുറത്തേക്കും എടുക്കാൻ ഒക്കില്ല. എന്താ? ഒരാൾ വാടക ഉറപ്പിച്ച് താക്കോൽ വാങ്ങി പോയിട്ടുണ്ടെന്ന്. എന്താ? ഞെട്ടുകൊന്നും വേണ്ട. അതും ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞുകൂടാ, ഇതും ഇതിലപ്പുറം ചെയ്യേണ്ടി വരും.
കൂടനാടൻ പുഞ്ചയിലെ വിരയിതകതൈതൈതോം കൂടനാടൻ പുഞ്ചയിലെ ചെയ്തോം 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 കൂട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു വെണ്ണ കുയിലാലെ ചാറിന്റെ തളരിന്റെ നന്ന വേണം. അപ്പോഴേ അലിൻസ് ഒന്ന് ചോദിച്ചോട്ടെ, എന്തോ വേണം? അങ്ങനെ പറ, എന്തോ വേണം? വേണം. ആ കൊള്ളാം. എന്തോ വേണം? നിങ്ങൾക്ക് നാണമില്ലോ തള്ള ഈ കള്ളു ഷാപ്പിനെ പോലെ കറക്കച്ചോടം നടത്താൻ? മലയാളി ആ അവതച്ചനോ? ഇന്ന് എന്തൊക്കെ ഉണ്ടോ വെച്ചാ വിശേഷങ്ങള്? ഞാനായി ജാനകി എന്താ അവതച്ചൻ. പിന്നെ എന്തായ അവതച്ച? അവർക്ക് ഇഷ്ടപ്പെട്ടു. മകളല്ല, അച്ഛന്. എന്നോടാ പറഞ്ഞു? കലാകാരന്മാരെ, നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരു വിവാഹം ഈ വീടിന്റെ പടി കയറൂല. അതിന് ഞാനെന്തോ ചെയ്യുന്ന? ഒന്നും ചെയ്തില്ല. നാട്ടുകാർ പറയുന്നത് കേട്ടാ മതി. ചേടാ പോകില്ലേ? പറഞ്ഞവരൊക്കെ എന്തിനാ എന്റെ കാര്യം നോക്കുന്നത്? അവർക്ക് വെണ്ണയല്ലേ വേണ്ടത്? അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ മകളായി ജനിച്ചത് അവളുടെ കുഴപ്പം ഇല്ല. താൻ എന്റെ വാങ്ങിട്ടാ പോകും. എന്റെ പൊന്നെ, ഞാൻ ഒരു ഇടക്കാരനാ. പറഞ്ഞത് കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കാം. ജാനകമ്മേ, ഇതും നടക്കി. ഇനി ഒരാലോചന കൊണ്ട് ഞാൻ വരികയില്ല. ഇടക്കാരനാണ് പോലും ഇടക്കാരൻ. കൊടാടും എനിക്കറിയാടോ എന്നെ മാല കെട്ടിക്കാൻ. ഇതൊരു പട്ടിക്കാടാണെന്ന് തോന്നുന്നല്ലോ. വായോടിക്കാൻ സാധനങ്ങൾ ഇറക്കി വെക്കണം. ചേട്ടന്മാരെ ഒന്നിങ്ങോട്ട് വന്നത്. സാറേ, നല്ല കൊലയുള്ള തെങ്ങുകളാണല്ലോ. ഇതന്നെ ഏർപ്പാടാ സാറേ, നടന്ന് അടപ്പളവില്ലേ? സാറേ, ഇത് പാർക്കഴി നിലയോ മറ്റാണോ? മതിയടാ മതിയടാ. അല്ല, കണ്ടപ്പോ തോന്നിയാണ്. എന്നെ ഇടലാടാ ഇത്. ആ വന്നോ? എടാ മോനെ, ആ ഔട്ട് ഹൗസിലേക്ക് ഒന്ന് അമ്മയും അവൻ വരൂ വരൂ. അതങ്ങോട്ടോ വെച്ചേ. സൗകര്യങ്ങൾ ഇതെല്ലാം പോരെ? ഓ ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. തനിച്ചോ? ഞാനുണ്ടമ്മച്ചി. ആഹാരമൊക്കെ പാലഞ്ചൻ അമ്മ കൂടെ അയച്ചതാ. ഞാൻ വെറും അടുക്കളക്കാരൻ മാത്രമല്ല, സാറിനൊരു കൂട്ടും കൂടിയാ. ചെറുക്കൻ കൊള്ളാമല്ലോ. അമ്മച്ചി, ചെക്കനല്ല വക്കൻ. വെറും വക്കനല്ല, ചക്കര വക്കൻ.
ഞാൻ പോയി കുറച്ച് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അയ്യോ അതൊന്നും വേണ്ട, കാപ്പിയൊക്കെ ഞാൻ ഉണ്ടാക്കണം. ഇതിനെ കുറച്ച് വെള്ളം കോരിട്ടെ, എന്തിനാ? കുളിക്കാൻ. അയ്യോ, അപ്പൊ ഇവിടെ പൈപ്പ് വെള്ളമൊന്നുമില്ലേ? ഇല്ല. ആകപ്പാടെ തെണ്ടിപ്പോകുന്ന ലക്ഷണമാണല്ലോ. വെള്ളവും കോരണം. ആ കോരണം. പിന്നെ നീ ഇവിടെ കുളിച്ച് താമസിക്കാൻ വന്നതാ ചേട്ടാ? ഇതെന്തോന്ന് കല്ല സാറേ, ഒരുമാതിരി കോഴ കൊള്ളാന്നിരിക്കുന്നു. നീ സമ്മതിക്കില്ല, നീ എന്നെ വാങ്ങിച്ചോണ്ടേ പോ. ബാലേന്ദ്രനത്തെ ഇങ്ങ് വൈക്കത്തേക്ക് പോരാൻ കാരണം തന്നെ നടത്തപ്പോ എവിടെ നിന്ന് തുടങ്ങാമെന്നായി ആലോചന. ഒന്ന് കൂവി തെളിയണമല്ലോ. പലരും അഭിപ്രായപ്പെട്ടത് ഇവിടെയാണ്. തരക്കേടൊന്നുമില്ല, സിവിൽ കേസുകളാണ് അധികവും. ശ്രദ്ധിച്ചു നിന്നാൽ പിഴച്ചു പോവാം. പിഴയ്ക്കുകയും വേണം, പഠിക്കുകയും വേണം. പിഴ എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, തെറ്റ്. അത് പറ്റാതെ സൂക്ഷിച്ചാൽ മതി. ആ ഞാനാണ് നിങ്ങളുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്. പേര് ബാലേന്ദ്രൻ. എന്താ പേര്? പ്രമീള. ഞാനൊരു അഡ്വക്കേറ്റാണ്. അത് വേഷം കണ്ടപ്പോ മനസ്സിലായി. പുതിയ സ്ഥലമല്ലേ, വക്കീലാണെന്ന് 4 പേര് അറിഞ്ഞാലല്ലേ വല്ല കേസുകളും കിട്ടും.